Welcome. I'm super excited to see you again in this video. ഈ വീഡിയോയിൽ നമ്മൾ പാർട്ട് 2 ആണ് ഡീൽ ചെയ്യുന്നത്. പാർട്ട് 2ൽ വരുന്നത് എന്താണെങ്കിൽ രണ്ടോ മൂന്നോ ഓപ്ഷൻസ് തന്ന് ഒരെണ്ണം ചൂസ് ചെയ്യണം. ചിലപ്പോൾ രണ്ടും ഉണ്ടാവും, ചിലപ്പോൾ ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ലോങ് കോൺവെർസേഷൻസ് ആയിരിക്കും. സോ യു ഹാവ് ടു ലിസൺ ടു ദം കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ വാട്ട് ഇസ് എ കറക്റ്റ് വൺ. ആർ യു റെഡി ഫോർ ദ ചലഞ്ച്? ലെറ്റ്സ് ഗോ ആൻഡ് സീ. ഒരു ടെക്നിക്കൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. 2 or 3 ആൻസേഴ്സ് ഉള്ള പോലെ തോന്നും. യു ഹാവ് ടു ചൂസ് വൺ. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ടെണ്ണത്തിൽ നിന്നും ഒന്ന് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഫോർ ഇൻസ്റ്റൻസ് ലുക്ക് അറ്റ് ദിസ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്, ക്യാൻ യു കം ഓൺ വെൻസ്ഡേ ഫോർ ദ ഇന്റർവ്യൂ? ക്യാൻ യു കം ഓൺ വെൻസ്ഡേ? വെൻസ്ഡേ ഇസ് ഓക്കെ, ബട്ട് വാട്ട് അബൌട്ട് തേഴ്സ്ഡേ? സെഡ് ദ സെക്കൻഡ് സ്പീക്കർ. അപ്പോൾ വെൻസ്ഡേ വരാൻ പറ്റുമോ ചോദിച്ചപ്പോൾ വെൻസ്ഡേ ഓക്കെ ആണ്. വാട്ട് അബൌട്ട് തേഴ്സ്ഡേ എന്ന് ചോദിക്കണം. തേഴ്സ്ഡേ ഇസ് ഫൈൻ, സെഡ് ദ ഫസ്റ്റ് സ്പീക്കർ. സോ ഹിയർ ദ ആൻസർ ഈസ് വെൻസ്ഡേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് വരുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ പോയാൽ നമ്മുടെ ആൻസർ ഇതായി പോകും. അപ്പോൾ യു ഹാവ് ടു ബി കോൺസെൻട്രേറ്റ് ആൻഡ് യു ഹാവ് ടു ടേക്ക് നോട്ട്സ്. ഇനി നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് പോകാം. ഓക്കെ, ലുക്ക് അറ്റ് ദീസ് ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് അറിയാത്തതുകൊണ്ട് ഐ എം ഗോയിങ് ടു ഗിവ് യു ദ കോണ്ടെക്സ്റ്റ്. ദിസ് ഇസ് ദ കോണ്ടെക്സ്റ്റ് where a hotel manager is organizing a party. So he is giving jobs to different people. ഏതൊരു ഹോട്ടൽ മാനേജർ ആ ഹോട്ടലിലുള്ള ഡിഫറെൻ്റ് ആൾക്കാർക്ക് ഓരോ ജോലി അസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മളോട് പറയുന്നതാണ്, റീഡ് ഫ്രം ക്വസ്റ്റ്യൻസ് 15 to 17 ആൻഡ് ആൻസർ ദ കറക്റ്റ് വൺ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം വായിച്ചു നോക്കേണ്ടത് എന്താണ്, നമ്മുടെ എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ചൂസ് 3 ആൻസേഴ്സ് ഫ്രം ദ ബോക്സ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് ലെറ്റർ എ ടു ഇ നെക്സ്റ്റ് ടു ദ ക്വസ്റ്റ്യൻസ് 15 to 17. അപ്പം നമ്മളോട് എന്താണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? കറക്റ്റ് ലെറ്റർ, ഈതർ എ ബി സി ഡി ഓർ ഇ എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അവിടെ പേര് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, കറക്റ്റ് ലെറ്റർ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ബി സി ഡി ഇ ഇതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പം നമുക്ക് എന്താണ് നമ്മൾ നോക്കേണ്ടത്? കീവേഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓഫർ ഡ്രിങ്ക്സ്, അതിലെല്ലാം കീവേഡ്സ് ആണ്. ആരാണ് ഗസ്റ്റിന് ഡ്രിങ്ക്സ് കൊടുക്കുന്നത്? ടേക്ക് ഗസ്റ്റ് ടു കോട്ട്സ് ആൻഡ് ഹാറ്റ്സ്, ആരാണ് ഗസ്റ്റിന്റെ കോട്ടും ഹാറ്റ്സും കളക്ട് ചെയ്യുന്നത്? ഷോ ഗസ്റ്റ് വേർ ടു ദേ ഗോ, ആരാണ് ഗസ്റ്റിനെ ഷോ ചെയ്യുന്നത്? അപ്പോൾ ഡ്രിങ്ക്സ് ഓഫർ ചെയ്യുന്ന ആരാണ്? കോട്ട് എടുക്കുന്നത് ആരാണ്? ദെൻ ഗസ്റ്റിനെ വഴി നടത്തി കൊണ്ടുപോകുന്ന ആരാണ്? ഇനി ഞാൻ ഈ കോൺവെർസേഷൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോവുകയാണ്. I want you to identify the correct answer and take it as a challenge. Are you ready? Let's see. So, I would just like to go through who is doing what when the guests arrive, and I think we will make a few changes from the last party held here. If I remember correctly, it was Olive who coordinated the task of providing the guests with drinks, or was it Ahmed? Checking. I'm not sure, but Gary asked to do it this time, so that will be his job. There has been no decision yet on what the drinks are going to be, but I hope they decide soon in case we need to order something special. Now, for receiving the guests, coats and hats, it is important we have someone experienced to doing this, as we don't want guests losing their belongings. And Monica, last time this was your responsibility. Susan, I know you wanted to do this, but as numbers are quite high for this event, I won't make a change here. Right now, last time there was some confusion as to where guests were supposed to go once they had deposited their things, and we had guests roaming around the whole hotel. So Ahmed and Olive, I believe you discussed the problem with Susan and thought she would be good at guiding guests after they had arrived. So I am fine with that. So that is where we have completed. അപ്പോൾ ഇതാണ് അവർ പറയുന്നത്. അപ്പോൾ ഉത്തരം കിട്ടിയോ? ആരാണ് ഗസ്റ്റിന് ഓഫർ ചെയ്യാൻ പോകുന്ന ഡ്രിങ്ക് എന്ന്? സോ ഡിഫറെൻറ്റ് നെയിംസ് ആർ കമ്മിങ്. ഇറ്റ് ഈസ് ഗാരി. അപ്പോൾ അവിടെ നമ്മൾ ഓപ്ഷൻ സി എന്നാണ് എഴുതേണ്ടത്. ഇനി ആരാണ് ഗസ്റ്റിന്റെ കോട്ടും ഹാറ്റ്സും എടുക്കാൻ പോകുന്നത്? മോണിക്ക, ലാസ്റ്റ് ടൈം ഇറ്റ് വാസ് യുവർ റെസ്പോൺസിബിലിറ്റി എന്ന് സ്പീക്കർ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നത്, സൂസൻ, ഐ നോ യു വാണ്ടഡ് ടു ഡു ഇറ്റ്,
പിന്നെ അവർ പറയുന്നുണ്ട് ദർ വാസ് സം കൺഫ്യൂഷൻ, ഇപ്രാവശ്യം ഗസ്റ്റ് കൂടുതലായതുകൊണ്ട് ഐ വാണ്ട് മോണിക്ക ടു ഡു ഇറ്റ്. അപ്പോൾ അവിടെ ഓപ്ഷൻ ഇ ആണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്, ആരാണ് ഗസ്റ്റിനെ എവിടേക്ക് പോകണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും 3 പേര് വരുന്നുണ്ട്. സോ അഹമ്മദ് ആൻഡ് ഒലൈവ്, ഐ ബിലീവ് യു ഡിസ്കസ് ദ പ്രോബ്ലം വിത്ത് സൂസൻ ആൻഡ് തോട്ട് ഷി വുഡ് ബി ഗുഡ് അറ്റ് ഗൈഡിങ് ഗസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് വൺ എന്താണ്, സൂസൻ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ നെയിംസ് വരുമ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വിത്ത് വാട്ട് ദേ ആർ സെയിങ്, അതർവൈസ് യു വിൽ ലൂസ് ദി ആൻസർ. Okay, oh, good. So I will see you in the next video with the next problem. ഇവിടെ ടെൻഷൻ ആവരുത്. ദിസ് ഈസ് ദ പ്രോസസ് എവറി വൺ ഗോസ് ത്രൂ. 2-3 പ്രാവശ്യം കണ്ട് എക്സസൈസ് ചെയ്താൽ യു ക്യാൻ ബി റിയലി ഗുഡ് അറ്റ് ഇറ്റ്, ബിലീവ് മി.